യേശുക്രിസ്തുവിന്റെ പീഠാനുഭവ സ്മരണയിൽ ലോകമെങ്ങും ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചു. ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ത്യാഗമായാണ് യേശുദേവന്റെ കാൽവരിയിലെ കുരിശുമരണം രേഖപ്പെടുത്തിയിട്ടുള്ളത്. കുരിശുമരണത്തിലൂടെ മാനവരാശിക്ക് പുതുജീവൻ നൽകിയ ദിവസം കൂടിയാണ് ദുഃഖവെള്ളി. ക്രൈസ്തവ ദേവാലയങ്ങളിൽ ദുഃഖവെള്ളിയുടെ ശുശ്രൂഷകൾക്ക് ഇടവക വികാരിമാർ നേതൃത്വം നൽകി. യേശുദേവന്റെ പീഠാനുഭവ സ്മരണ പുതുക്കി മരക്കുരിശുമായി വിശ്വാസികൾ കുരിശിന്റെ വഴി നടത്തി. ചുട്ടുപൊള്ളുന്ന വെയിലിനെ മറികടന്ന് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ കുരിശിന്റെ വഴിയിൽ ആയിരങ്ങൾ പങ്കെടുത്തു. നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ഫെറോന ദേവാലയത്തിൽ നടന്ന ദുഃഖവെള്ളി ശുശ്രൂഷകൾക്ക് ഫെറോന വികാരി ഫാദർ ജെയ്സൺ കുഴിക്കണ്ടത്തിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ മനോജ് അമ്പലത്തിങ്ങൽ സഹകാർമ്മികനായി. ഇടിവണ്ണ സെന്റ് തോമസ് ദേവാലയത്തിൽ നടന്ന ദുഃഖവെള്ളി ശുശ്രൂഷകൾക്കും കുരിശിന്റെ വഴിക്കും ഇടവക വികാരി ഫാദർ കുര്യാക്കോസ് കുമ്പയ്ക്കൽ നേതൃത്വം നൽകി. ഇടിവണ്ണ ദേവാലയത്തിൽ നിന്നും ആരംഭിച്ച കുരിശിന്റെ വഴി പെരുവമ്പാടം കപ്പേളയിൽ അവസാനിച്ചു. തുടർന്ന് വിശ്വാസികൾക്ക് കഞ്ഞിയും നൽകി. നിലമ്പൂർ ഇൻഫന്റ് ജീസസ് പള്ളിയിൽ നടന്ന ദുഃഖവെള്ളി ശുശ്രൂഷകൾക്ക് ഫാദർ ആന്റോ ഡൈനീഷ്യസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നിലമ്പൂർ ജോസ്ഗിരി സെന്റ് ജോസഫ് ദേവാലയത്തിൽ നടന്ന ചടങ്ങുകൾക്ക് ഇടവക വികാരി ഫാദർ മാത്യു പെരുമ്പള്ളിക്കുന്നേൽ നേതൃത്വം നൽകി. ചുങ്കത്തറ സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ ദുഃഖവെള്ളി ശുശ്രൂഷകൾക്ക് ഫാദർ വിനോദ് തോമസ് ചേന്നിപ്പള്ളി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മണിമൂളി ക്രിസ്തുരാജ ഫെറോന ദേവാലയത്തിൽ നടന്ന ദുഃഖവെള്ളി ശുശ്രൂഷകൾക്കും കുരിശിന്റെ വഴിക്കും ഫാദർ തോമസ് മണക്കുന്നേൽ നേതൃത്വം നൽകി. ചുങ്കത്തറ സെന്റ് മേരീസ് മലങ്കര ദേവാലയത്തിൽ നടന്ന ശുശ്രൂഷകൾക്കും കുരിശിന്റെ വഴിക്കും ഫാദർ വർഗീസ് കണിയാമ്പറമ്പിൽ നേതൃത്വം നൽകി. ചുങ്കത്തറ പരമണ്ണ സെന്റ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ നടന്ന ചടങ്ങുകൾക്ക് ഫാദർ മാത്യൂസ് പട്ടിയാനിക്കൽ നേതൃത്വം നൽകി. പാലമാട് സെന്റ് തോമസ് ദേവാലയത്തിൽ നടന്ന ചടങ്ങുകൾക്ക് ഫാദർ സന്തോഷ് കിഴക്കും പുതുപ്പള്ളി നേതൃത്വം നൽകി. SS Gold, pure gold. SS Group, Nilambur.